ഹേ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സത്യം പറഞ്ഞാലേ വീഡിയോ എടുക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും, പക്ഷെ അത് എഡിറ്റ് ചെയ്യേണ്ട കാര്യം ഓർക്കുമ്പോഴൊന്നും മടിയുണ്ടല്ലോ. അതുകൊണ്ടാണ് വീഡിയോ പെൻഡിങ്ങിൽ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഗാലറി നോക്കുമ്പോഴൊക്കെ എടുത്തു വെച്ച വീഡിയോ കുറേ ഉണ്ട്. ഇത് ഡൽഹി ട്രിപ്പിൻ്റെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ളൊരു വീഡിയോ ആണിത്. ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോയപ്പം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡൽഹി പോയിട്ട് വന്നിട്ട് തന്നെ 2 മാസം കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എന്താ പറയുക, ഇടാൻ പറ്റിയിട്ടില്ല എഡിറ്റ് ചെയ്തിട്ട്. കണ്ടോ, അത് ഞാൻ പറയുന്നത് ഇതാണ് ഗൈസ്, ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയുന്നതായിരുന്നു. ഇതിൻ്റെ അകത്ത് വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചുമറ്റിലൊക്കെ കുറേ പട്ടാളക്കാരുടെ പേരും അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ. പേരാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കുത്തിക്കുറിച്ച് എഴുതിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാനും അപ്പോഴും തമ്മിൽ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കോ എന്ന്. ഏട്ടൻ നിങ്ങൾ സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുക എന്താണ് സംസാരിക്കേണ്ടത്. ഭയങ്കര നാണക്കാരനാണ് ഗൈസ്, പക്ഷെ കാണുന്ന പോലെയുള്ള ഭയങ്കര സാധനമല്ല, നാണക്കാരനാണ്. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞാനും കാശും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അപ്പോഴും തമ്മിൽ വീഡിയോസും എൻ്റെ ഒരു പാവാടിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് എവിടത്തേക്കാണ് പോകുന്നത്, ഇവിടത്തേക്കാണ് പോകുന്നത് ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റേ രാഷ്ട്രപതി ഭവനിലേക്കാണ് പോകുന്ന വഴിക്ക് ഒരു മറ്റേ മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ ഈ സംഭവമില്ലേ എന്നാണ് ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ട് കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഉള്ള മതിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. മതിലിൻ്റെ അവിടെ ഒരു രണ്ട് പട്ടാളക്കാർ ഇങ്ങനെ ഒരു തോക്കും പിടിച്ചിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊന്നും കാണാണ്ട് വേണമല്ലോ വീഡിയോ എടുക്കാൻ. രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഫോൺ കയറ്റില്ല, ഫോൺ അലോഡ് അല്ല. അതിൻ്റെ ഉള്ളിൽ ബെൽറ്റ് പറ്റില്ല, പിന്നെ നമ്മളെ സ്മാർട്ട് വാച്ച് അങ്ങനത്തെ ഒന്നും പറ്റില്ല കേട്ടോ. ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അളിയൻ്റെ ഫോണും എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളെ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. കൊടി മുകളിൽ ഉയർന്നിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ആ കൊടി താണിട്ടാണെങ്കിൽ രാഷ്ട്രപതി ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ പുറത്തുനിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റെതായ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കുറേ സാധനം കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് രാഷ്ട്രപതി അതിൻ്റെ ഉള്ളിലുണ്ട്, കൊടി ഉയർത്തിയാൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്ലാസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ഗൈഡ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ മറ്റേ ഡൈനിങ് ഹാളൊക്കെ ഇങ്ങനെ കാണിക്കുമല്ലോ അതിൻ്റെ ഉള്ളിലത്തെ, അങ്ങനെ കാണുമ്പോൾ മറ്റേ രാഷ്ട്രപതിക്ക് ഭക്ഷണം കഴിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലെല്ലാം ടേബിള്, ടിഷ്യൂവും എന്താ പറയുക പ്ലേറ്റും ഗ്ലാസും സ്പൂണും അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു അവർ ഭക്ഷണം കഴിക്കേണ്ട ടൈമായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ഇരുന്നിട്ടായിരുന്നു നമ്മൾ ഉള്ളിലേക്ക് കയറിയിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.